അവർ കൊടുക്കുന്ന മരുന്നുകൾക്ക് ഒരു പാർശ്വഫലങ്ങൾ അവർ പറയാറില്ല, ഒരു സൈഡ് എഫക്ട്സും ഒരു ലേബൽ ചെയ്യാറില്ല, മെൻഷൻ ചെയ്യാറില്ല. അതിൻ്റെ കണ്ടന്റ് എന്താണെന്ന് നമുക്കറിയത്തില്ല, അതിൻ്റെ സൈഡ് എഫക്റ്റ് എന്താണെന്ന് അറിയത്തില്ല, അത് ഏത് രീതിയിൽ പ്രവർത്തിക്കുമെന്നുള്ളതിലും തെളിവൊന്നുമില്ല. അങ്ങനെയുള്ളപ്പം അതിൻ്റെ അർത്ഥം ഇതൊന്നും പാർശ്വഫലങ്ങളില്ലാത്ത മരുന്നുകളാണ് എന്നുള്ളതല്ല. നിങ്ങളുടെ മുമ്പിൽ ഇതിൻ്റെ സൈഡ് എഫക്ട്സും ഡോസേജും ഇതാർക്കൊക്കെ ഉപയോഗിക്കാം, എവിടെയൊക്കെ ഉപയോഗിക്കാൻ പാടില്ല എന്നൊക്കെ മെൻഷൻ ചെയ്തുകൊണ്ട് എന്ന് എഴുതി ലേബൽ ഒട്ടിച്ച് വരുന്ന ഒരു മരുന്നിനെയാണ് നിങ്ങൾ ഏറ്റവും കൂടുതൽ വിശ്വസിക്കുക, അതോ പേര് മാത്രം എഴുതി കൊണ്ടുവരുന്ന ഒരു മരുന്നിനാണ് നിങ്ങൾ വിശ്വസിക്കുക? നിങ്ങളാണ് തീരുമാനിക്കേണ്ടത്. ഒരു ഡോക്ടറെ സമീപിക്കുമ്പോൾ ആ ഡോക്ടറിൻ്റെ ക്വാളിഫിക്കേഷൻ, ആ ഡോക്ടർ എന്ത് പഠിച്ചിട്ടുണ്ട്, ഡോക്ടറിൻ്റെ പരിജ്ഞാനം, അറിവ്, സ്കില്ല് ഇതെല്ലാം നിങ്ങൾ അന്വേഷിച്ച് അറിഞ്ഞിട്ട് വേണം നിങ്ങൾ ആ ഡോക്ടറുടെ ചികിത്സ സ്വീകരിക്കാനായിട്ട്. എന്തെങ്കിലും സംശയം തോന്നുന്നുണ്ടെങ്കിൽ മറ്റൊരു ഒപ്പീനിയൻ എടുക്കുക. അന്ധമായിട്ട് ആ ഡോക്ടറെയോ ആ ചികിത്സാ രീതിയോ വിശ്വസിക്കരുത്. പിന്നെ ഇവർ സ്ഥിരം പറയുന്ന ഒരു തരത്തിലുള്ള ഫ്രേസ് എന്ന് പറയുന്നത് ഈ രോഗം കൂടിയിട്ടേ കുറയുള്ളൂ എന്നുള്ളതാണ്. നിങ്ങളൊരു സെക്കൻഡ് ഒപ്പീനിയൻ എടുക്കുക, അത് ശരിയായിട്ടുള്ള രീതിയാണോ എന്ന്. എസ്പെഷ്യലി വാദസംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ, നമ്മുടെ റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ്, SLE പോലുള്ള മാരകമായ രോഗങ്ങളൊക്കെ മൂർച്ഛിച്ച് പല അവയവങ്ങളെ ബാധിക്കാറുണ്ട്. അപ്പം അത് പക്ഷേ കൂടിയിട്ടേ കുറയുള്ളൂ എന്നൊക്കെ പറഞ്ഞ് വളരെ മോശമായ അവസ്ഥയിലും കോംപ്ലിക്കേഷനിലൊക്കെ ICUയിൽ നേരിട്ട് വന്ന് അഡ്മിറ്റ് ആവുന്ന രോഗികളുണ്ട്. അങ്ങനെ ഹിസ്റ്ററി ഉണ്ട്, അങ്ങനെ സംഭവിക്കുന്നുമുണ്ട് ഇപ്പോഴും. ശരി ഏത് തെറ്റേതെന്ന് നിങ്ങൾ ചിന്തിക്കുക, കോമൺ സെൻസ് ഉപയോഗിക്കുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഒരു സെക്കൻഡ് ഒപ്പീനിയൻ എടുക്കുക. നിങ്ങളുടെ ആരോഗ്യവും നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്.